എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നൊരു നൊസ്റ്റാൾജിയെ കുറിച്ച് പറയാനാണ് വന്നത്. നൊസ്റ്റാൾജി വേറൊന്നുമല്ല, പാദസരം. പാദസരം എന്ന് കേൾക്കുമ്പോൾ പണ്ട് 90കളിലെ കിഡ്സിന് അവരുടെ പേരൻസ് ഒരു വലിയൊരു കാര്യമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ പാദസരം എല്ലാ പെൺകുട്ടികളുടെയും കാലിൽ വേണമെന്നായിരുന്നു അന്നത്തെ ഒരു കൺസെപ്റ്റ്. ഞാനിപ്പോഴും ധരിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോഴും എൻ്റെ മനസ്സിൽ പാദസരം ഇടുന്നതാണ് ഭയങ്കര ഒരു സെയിം സന്തോഷം. പക്ഷെ ഇപ്പോഴത്തെ ഒരു ഫാഷൻ തലമുറകളൊക്കെ വന്ന് പാദസരം കുറേ പേര് ഓടിയിട്ട് കുറേ പേര് ഇപ്പോഴും ഇടുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുമ്പോൾ വെച്ചാൽ അന്നത്തെ കാലത്തൊരു പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അച്ഛനമ്മമാർക്ക് ഇഷ്ടപ്പെടുന്നത് മുത്തുകളുള്ള പാദസരം. നല്ല മുത്തുകൾ, നല്ല കിളിക്കിളിങ്ങി, ഒരുപാട് മുത്തുള്ള പാദസരം. ഒരുപാട് വെറൈറ്റി ഉണ്ട്, എങ്കിലും മുത്തുള്ള പാദസരത്തോടായിരുന്നു എല്ലാവർക്കും താല്പര്യം. പെൺകുഞ്ഞെന്ന് കേൾക്കുമ്പോൾ കുഞ്ഞിക്കാലമായിട്ട് ആ മുത്തുള്ള പാദസരം കിളിക്കി നടക്കുന്നത് അതായിരുന്നു അച്ഛൻ്റെ അമ്മയുടെ ഒരു ആഗ്രഹം. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ, ആ 90 കാലഘട്ടത്തിൽ ഒരു പാദസരം മേടിക്കുക എല്ലാവർക്കും വലിയ കഴിവുള്ളവരൊന്നല്ല. എന്നാലും കഴിവുള്ള വീട്ടുകാരും ഏറ്റവും കൂടുതൽ മേടിക്കുന്നത് പാദസരം മുത്തുള്ളതായിരുന്നു. ഈ മുത്തുള്ള പാദസരം ഇടാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ആളുകൾ കൂടുതൽ അതിടാനാണ് എല്ലാ പെൺപിള്ളേർക്കും ആഗ്രഹം. ആ കിളിക്കവും ഒക്കെ കിട്ടും. അങ്ങനെ ആ മുത്തുള്ള പാദസരം മേടിച്ച് ആ കുഞ്ഞിൻ്റെ കാലിൽ അണിയുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ആ വിടർന്ന എന്താ പറയുക, ഒരു പൂ വിടരുന്ന പോലെയുള്ള സന്തോഷം. അപ്പോൾ ഒരുപാട് എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരാളായിട്ട് ഞാൻ ഇതൊരു എഴുത്തിൻ്റെ രൂപത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞു. ഒരു പൂമുട്ട് വിരിയുമ്പോൾ അതിനെ കണ്ടു നിൽക്കുന്ന ഒരു സന്തോഷം പോലെയാണ് ആ ഒരു പാദസരം ആ കാലിലേക്ക് അണിഞ്ഞു കൊടുക്കും. എന്താന്ന് പറയാ, ഒരു സ്വർഗം പിടിച്ചിടക്കിയ ഒരു സന്തോഷമാണ് ഒരു കുഞ്ഞിൻ്റെ കാലിൽ പാദസരം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് 2 ആൺകുട്ടികളാണ്, പക്ഷെ എങ്കിലും പാദസരത്തെ കാണാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. മുത്തുള്ള പാദസരം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു അന്നത്തെ കാലത്ത് വെള്ളി മേടിക്കാൻ പോകുമ്പോൾ ആ മുത്തുള്ള പാദസരം കാണുമ്പോൾ ആദ്യം എല്ലാവരും അതിലേക്കായിരിക്കും ശ്രദ്ധ പോകുന്നത്. പക്ഷെ പിന്നെ അത് പൈസയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും കൊണ്ട് അല്ലാതെ വേറെ പാദസരം മേടിക്കാറുണ്ട്. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ച എന്നെ പോലുള്ള ആൾക്കാർക്ക് ഇന്ന് മുത്തുള്ള പാദസരം എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ്. മുത്തുള്ള പാദസരം ഇടുന്നതിൽ വേറൊരു കാര്യമുണ്ട്. ആ സൗന്ദര്യം, ആ കുഞ്ഞിക്കാലിൻ്റെ സൗന്ദര്യം മാത്രമല്ല, കുഞ്ഞിക്കാലടി വെച്ച് തുടങ്ങി ഓടി ഓടി കളിക്കുമ്പോൾ ഓരോ സ്ഥലത്ത് പോയി ഒളിച്ചിരിക്കും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ ഒളിച്ചിരിക്കുന്ന ആ കുഞ്ഞിനെ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഐഡിയ കൂടിയായിരുന്നു ഈ കുഞ്ഞു പാദസരം, ഈ കിളിക്കം. അപ്പം അവരെവിടെയായിരിക്കുന്നത് അവിടെ കിളിക്കുമ്പോൾ അങ്ങോട്ട് ഓടിച്ചെന്ന് അവരെ പിടിക്കുമായിരുന്നു. ആ കുഞ്ഞിക്കാലിൽ ഓടി ഓടി പോകുന്നത് കാണാൻ ഒരുപാട് ആഗ്രഹവുമായിരുന്നു പേരൻസിന്. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് സ്വർണ്ണപ്പാദസരം വരുന്നത്. ഈ സ്വർണ്ണപ്പാദസരം എല്ലാവർക്കും ഇടാനില്ലാത്തതുകൊണ്ട് അന്നത്തെ കാലത്തൊക്കെ ചെറുപ്പം മുതലേ സ്വർണ്ണപ്പാദസരം ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ കല്യാണ കാലഘട്ടത്തിലായിരുന്നു സ്വർണ്ണപ്പാദസരം കിട്ടിക്കൊടുത്തത്. കല്യാണം കഴിച്ച് സ്വർണ്ണപ്പാദസരം ഇട്ട് വിടുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറുപ്പം മുതലേ എല്ലാവർക്കും സ്വർണ്ണപ്പാദസരം തന്നെയാണ്. ആ വള്ളിപ്പാദസരവും അതിൻ്റെ മുത്തുകൾ, അതിൻ്റെ പ്രാധാന്യമൊന്നും അങ്ങനെ എല്ലാവർക്കും അറിയണമെന്നില്ല. പക്ഷെ 90കളിലെ കിഡ്സ് ഒരിക്കലും ആ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ആ ഒരു കിളിക്കത്തിൻ്റെ മാധുര്യം ഒരിക്കലും മറക്കത്തില്ല. അതാണ് എൻ്റെ ഒരു തോന്നല്. അങ്ങനെ വളർന്ന് വലുതായി അവരെ ആ സ്വർണ്ണപ്പാദസരം അണിയിച്ച് അവരെ വേറൊരു വീട്ടിലേക്ക് കാലെടുത്ത് വെപ്പിക്കുകയാണ് ആ അച്ഛനും അമ്മയും. അങ്ങനെ അവർ വളർന്ന് വലുതായി ആ സ്വർണ്ണപ്പാദസരം ഇട്ട് വേറൊരു വീട്ടിൽ കാല് വെച്ച് കയറുമ്പോൾ അവരുടെ മനസ്സിൽ 1000 സ്വപ്നങ്ങളുണ്ട്. കുഞ്ഞു പാദസരത്തിൽ കിളിക്കമുള്ള പാദസരം ഇട്ട് നടന്നപ്പോൾ ഉണ്ടായിരുന്ന അതേ സന്തോഷവും സൗഭാഗ്യവും ആയിരിക്കും ഞാൻ ഈ സ്വർണ്ണപ്പാദസരം വെച്ച് കയറുമ്പോഴും. ഒരുപാട് സ്വപ്നങ്ങളോടെ ആ കിളിക്കവും ആ സന്തോഷവും പ്രതീക്ഷയുമായിട്ട് സ്വർണ്ണപ്പാദസരം ഇട്ട് വേറൊരു വീട്ടിലേക്ക് കയറും. അവിടുത്തെ സന്തോഷം എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ എല്ലാവർക്കും ഓരോ സന്തോഷം കിട്ടിയെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ കുഞ്ഞിലേക്ക് കിട്ടുന്ന അതേ പാദസരത്തിൻ്റെ കിളിക്കവും സന്തോഷവും സ്വർണ്ണപ്പാദസരം വെച്ച് കയറുമ്പോഴും ആ സന്തോഷം ആ കുടുംബത്തിൽ കിട്ടിയിരുന്നെങ്കിൽ എല്ലാ കുഞ്ഞുങ്ങളും, എല്ലാ മക്കളും, അല്ലെ എല്ലാ പെൺകുട്ടികളും എത്രയോ ഭാഗ്യമതിമാരായിരുന്നു. ഇന്ന് കണക്കില്ലാത്ത മരിച്ചുപോയ ഒരുപാട് കുട്ടികളുടെയും സന്തോഷമായിരുന്നു ആ കിലുക്കമുള്ള പാദസരം പോലെ കിട്ടട്ടെ, സ്വർണ്ണമുള്ള പാദസരത്തിലും എന്ന് കരുതി വേറൊരു വീട്ടിലേക്ക് കയറി പോകുമ്പോൾ. അപ്പോൾ എല്ലാ കുട്ടികൾക്കും നല്ല സൗന്ദര്യവും സന്തോഷവുമുള്ള ജീവിതം സ്വർണ്ണപ്പാദസരത്തിലും കിട്ടട്ടെ എന്ന് ആശംസിക്കാം. വേറൊന്നുമല്ല പറഞ്ഞു വരാൻ, ഈ പാദസരം എന്ന് പറയുന്നത് എന്നും ഒരു നൊസ്റ്റാൾജിയാണ്.
90 കാലഘട്ടത്തിലെ ഞാൻ പറഞ്ഞത്, കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ പറയാൻ നമ്മൾ ആളല്ല. 90 കാലഘട്ടത്തിൽ പാദസരം എന്ന് പറയുന്ന ഒരു വലിയ നൊസ്റ്റാൾജിയായിരുന്നു, വലിയൊരു സന്തോഷമായിരുന്നു. അത് ആ ഒരു പാദസരം ഇല്ലാത്ത കാലുകളും ചുരുക്കമായിരുന്നു. താങ്ക് യു.